കഴിയുന്ന പ്രതിയെ ഭാരവാഹിയാക്കി ഡിവൈഎഫ്ഐ. ഡിവൈഎഫ്ഐ പയ്യന്നൂർ ബ്ലോക്ക് സമ്മേളനത്തിൽ ഉയർന്നുവന്ന പുതിയ ഭാരവാഹി തെരഞ്ഞെടുപ്പ് വിവാദത്തിൽ പോലീസിനെ ബോംബെറിഞ്ഞ കേസിൽ 20 വർഷത്തെ തടവ് ശിക്ഷ അനുഭവിക്കുന്ന TCV നന്ദകുമാറിനെയാണ് സംഘടനയുടെ പയ്യന്നൂർ ബ്ലോക്ക് ട്രഷറർ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തത്. കൊലക്കേസിലും പ്രതിയായ നന്ദകുമാർ കഴിഞ്ഞ തവണ ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റിയുടെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. ജയിലിൽ കഴിയുന്ന പ്രതികളെ ഭാരവാഹിത്വത്തിലേക്ക് കൊണ്ടുവരുന്നതിന് പുറമെ സമ്മേളന നഗരിയിൽ ഇവരുടെ സന്ദേശങ്ങൾ വായിച്ചതും ശ്രദ്ധേയമായി. നിലവിൽ ജയിലിൽ കഴിയുന്ന മുൻ ബ്ലോക്ക് സെക്രട്ടറി VK നിഷാദിന്റെയും പുതിയ ട്രഷററായി തെരഞ്ഞെടുക്കപ്പെട്ട TCV നന്ദകുമാറിന്റെയും സന്ദേശങ്ങൾ സമ്മേളനത്തിൽ വായിക്കുകയായിരുന്നു. പോലീസിനെ ആക്രമിച്ച കേസിൽ 20 വർഷത്തെ തടവ് ശിക്ഷ ലഭിച്ച നന്ദകുമാറിനെ ജയിലിൽ കിടക്കുമ്പോൾ തന്നെ ട്രഷറർ പോലുള്ള ഒരു പ്രധാന പദവിയിലേക്ക് വീണ്ടും തെരഞ്ഞെടുത്തത് സംഘടനയ്ക്കുള്ളിൽ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. നടൻ അബു സലീമിന്റെ കാർ അപകടത്തിൽപ്പെട്ടു. വടക്കൻ പറവൂർ തുരുത്തിപ്പുറത്ത് വെച്ചാണ് അപകടം. അമ്മ ജനറൽ ബോഡി യോഗത്തിൽ പങ്കെടുത്ത ശേഷം കൽപ്പറ്റയിലേക്ക് മടങ്ങവെയായിരുന്നു അപകടം. അബു സലീം സഞ്ചരിച്ച കാർ എതിരെ വന്ന മറ്റൊരു വാഹനമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ കാറിന്റെ മുൻഭാഗത്തെ ഒരു വശം പൂർണ്ണമായും തകർന്നു. കാര്യമായ പരിക്കുകളില്ല. ഷിഗല്ല ബാധിച്ച ഒരു മരണം കൂടി. സംസ്ഥാനത്ത് ഷിഗല്ല ബാധിച്ച ഒരാൾ കൂടി മരിച്ചു. കോഴിക്കോട് മാവൂർ സ്വദേശിയായ 54-കാരിയാണ് മരിച്ചത്. ഇന്ന് 7 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കോഴിക്കോട്, തിരുവനന്തപുരം, തൃശൂർ, മലപ്പുറം, വയനാട് എന്നീ 5 ജില്ലകളിലായാണ് പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. രോഗവ്യാപനം തടയുന്നതിനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പ് ഊർജിതമാക്കിയിട്ടുണ്ട്. അതേസമയം കോഴിക്കോട് ആശങ്ക പടർത്തിയ നിപ്പ വൈറസ് ബാധ നിയന്ത്രണ വിധേയമാണെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. സമ്പർക്ക പട്ടികയിലുള്ളവരിൽ നിന്നും ഇതുവരെ പരിശോധനയ്ക്ക് അയച്ച സാമ്പിളുകളെല്ലാം ഫലം നെഗറ്റീവാണ്. പുതിയ പോസിറ്റീവ് കേസുകളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മലപ്പുറത്ത് 6 വയസ്സുകാരനെ ആക്രമിച്ച തെരുവ് നായ. മലപ്പുറം ചങ്ങനംകുളം ആലങ്കോട് 6 വയസ്സുകാരന് നേരെ പാഞ്ഞെടുത്ത തെരുവ് നായ. വീടിന് മുന്നിൽ നിൽക്കുമ്പോഴായിരുന്നു കുട്ടിക്ക് നേരെ നായ പാഞ്ഞെടുത്തത്. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം നടന്നത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ കുട്ടിയുടെ സഹോദരൻ വീടിന്റെ 1ാം നിലയിൽ നിന്ന് താഴേക്ക് ചാടി കുട്ടിയെ രക്ഷിച്ചു. സംഭവത്തിന്റെ CCTV ദൃശ്യം പുറത്തുവന്നു. ഓടിക്കാനുള്ള ശ്രമത്തിനിടെ നായ സഹോദരനെയും കടിക്കുന്നുണ്ട്. വടി ഉപയോഗിച്ചാണ് സഹോദരൻ നായയെ പ്രതിരോധിച്ചത്. സഹോദരന്റെ അടിയിൽ നായയുടെ ബോധം നഷ്ടപ്പെട്ടു. സഹോദരൻ മറ്റൊരു വടിയുമായി എത്തുന്ന സമയത്ത് നായയ്ക്ക് ബോധം വരികയും വഴിയാത്രക്കാരനെ ആക്രമിക്കുകയും ചെയ്തു. നായയെ പിന്നീട് തല്ലിക്കൊന്നു. സംഭവത്തിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. പ്രദേശത്ത് തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറഞ്ഞു. കാഫിർ സ്ക്രീൻഷോട്ട് നിർമ്മിക്കാൻ നിർദ്ദേശിച്ചെന്ന വ്യാജ പ്രചരണം. പരാതി നൽകി AA റഹീം MP. തനിക്കെതിരെ സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്ന വ്യാജ പ്രചരണങ്ങൾക്കും അധിക്ഷേപങ്ങൾക്കുമെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് DYFI നേതാവും രാജ്യസഭാ MPയുമായ AA റഹീം. വിവാദമായ കാഫിർ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് AA റഹീമിന്റെ നിർദ്ദേശപ്രകാരമാണെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചരണം നടക്കുന്ന ചൂണ്ടിക്കാട്ടിയാണ് MPയുടെ പ്രതികരണം. ഇതിനെതിരെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു.